അവസാനം രണ്ടാമതൊന്ന് വീണ്ടും പോയി ഗിബോർച്ച. അതെ അതെ അതെ, പ്രേസ് ദി ലോർഡ്, പ്രേസ് ദി ലോർഡ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഗിബോർ ബ്രദർ പറഞ്ഞു ഒരു മുഹമ്മദന് പാപം ചെയ്യാൻ പറ്റുന്ന്. ആ പാപം ചെയ്യാനുള്ള കപ്പാസിറ്റി കൈറുൽ മാക്രീൻ ഒരു മുഹമ്മദന് കൊടുത്തിട്ടില്ല. പാപം ചെയ്യിപ്പിക്കുന്നത് കൈറുൽ മാക്രീനാണ്. നമ്മുടെ ഈ ഷാത്താൻ മുഖേന. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സഹി ബുഖാരി 6782 സഹി ബുഖാരി 6782 പറഞ്ഞേക്കണത്, അബുൽ ഖാസിം സെഡ്, when a person commits illegal sexual intercourse, he is not a believer at the time he is doing it. അപ്പൊ when he is raping a child, ഒരു മുഹമ്മദൻ ഒരു വയസ്സായ കുട്ടിയായിട്ട്, പെൺകുട്ടിയായിട്ട് അല്ലെങ്കിൽ ആൺകുട്ടിയായിട്ട് ഈ മുഫാത്തക്ക ചെയ്യാണെന്ന് വെച്ചോ. ഈ മുഫാത്തക്ക ചെയ്യണ സമയത്ത് ആ പുള്ളിക്കാരൻ, ഈ മുഹമ്മദൻ, ഹി ഈസ് നോട്ട് എ മുസ്ലിം. ഹി ഈസ് നോട്ട് എ ബിലീവർ വെൻ ഹി ഈസ് ഡൂയിങ് ദ മുഫാത്തക്ക. When somebody steals, he is not a believer at the time he is stealing. Sahih Bukhari 6782. അപ്പൊ ഈ പുള്ളിക്കാരന്റെ മതം ഇല്ലാതെ ആവുകയാണ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് കമ്മിറ്റിംഗ് ദ ക്രൈം ഓർ ദ റേപ്പ് ഓഫ് ദ ചൈൽഡ്. എന്നിട്ട് തിരിച്ച് ഹി ബിക്കംസ് എ മുസ്ലിം ആഫ്റ്റർ ദ ക്രൈം ഇസ് കമ്മിറ്റഡ്. അപ്പൊ ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല. സഹീഹ് ബുഖാരി 6782 വായിച്ചു. ഇനി സഹി മുസ്ലിം 57A. അപ്പൊ ബുഖാരിയും പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം പറഞ്ഞിട്ടുണ്ട്. സഹി മുസ്ലിം ഇതിൽ എഴുതിയേക്കണത്, ദി ഫോർണിക്കേറ്റർ ഹു ഫോർണിക്കേറ്റ്സ് ഈസ് നോട്ട് എ ബിലീവർ so long as he commits it, and no thief who steals is a believer as long as he commits the theft, and no drunkard who drinks wine is a believer as long as he drinks it. അപ്പൊ ഇതൊരു പ്രത്യേക ഒരു സിറ്റുവേഷൻ ആണ്. ഇവരുടെ കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ എക്സ്ചേഞ്ച് പ്രോഗ്രാം നടക്കും. മുഹമ്മദിയർ അവര് നരകത്തിലായിരിക്കും, ആൻഡ് നരകത്തിന് കാലിയായിട്ട് ഒരു സ്പേസ് വെക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ നരകത്തിലേക്ക് ഒരു ക്രിസ്ത്യാനിനെ അല്ലെങ്കിൽ ഒരു ജൂതനെ അവിടെ ഇട്ടുകൊടുക്കും. എന്നിട്ട് നരകത്തിൽ നിന്ന് അബുൽ ഖാസിം ഒരു മുസൽമാനെ നരകത്തിൽ നിന്ന് മാറ്റിയെടുക്കും. എന്തുകൊണ്ട് പറ്റി? ആ മുഹമ്മദൻ പാപം ചെയ്തു എന്നുള്ള വിശ്വാസം വെച്ചിട്ട്. പക്ഷേ സഹീഹ് ബുഖാരിയും സഹീഹ് മുസ്ലിം പറയണത് ഒരു മുഹമ്മദന് ഒരിക്കലും പാപം ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആ പാപം ചെയ്യണ സമയത്ത് പുള്ളിക്കാരൻ മുഹമ്മദൻ അല്ല. ഹിസ് ബ്രെയിൻ വെച്ചിട്ടല്ലേ നമ്മൾ ഈ കാര്യങ്ങൾ സാധിക്കുന്നത്. ആ ബ്രെയിന് ആ സമയത്ത് ഈസ് നോട്ട് എ മുസ്ലിം. പക്ഷെ ഇവിടെ പിന്നെ വീണ്ടും കൺഫ്യൂഷൻ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാ, ഒരു മുസൽമാൻ വേറൊരു മുസൽമാന്റെ പാപങ്ങൾ ഒളിപ്പിച്ചു വെക്കണം. അതിന് ഞാൻ റെഫറൻസ് തരാം, ഞാൻ വെറുതെ പറയണമെന്നല്ല. സുനൻ ഇബ്ൻ മാജ 225 ഇതിൽ എഴുതിയേക്കണത്, അബുൽ ഖാസിം സെഡ്, whoever relieves a Muslim of some worldly distress, Allah will relieve him of some distress of the day of the resurrection. And whoever conceals the faults of a Muslim, Allah will conceal his faults in this day and after, in this world and the day of resurrection. അപ്പൊ സൂനൻ ഇബ്ൻ മാജ 225 ഇത് ഒരു ഓർത്തിരിക്കണം. ഇവിടെ പറഞ്ഞേക്കുന്നത് ഹൂ എവർ എന്നാണ്. ഒരു മുസൽമാൻ വേറൊരു മുസൽമാനിന് വേണ്ടിയിട്ട് ഒളിപ്പിച്ചു വെക്കണതല്ല. ഇപ്പൊ ഞാനൊരു മുസ്ലിമായി എന്ന് വെച്ചോ, എന്നിട്ട് അച്ഛൻ കുഞ്ഞു ബ്രദർ ഒരു വയസ്സായ പിഞ്ചുകുട്ടിയായിട്ട് മുഫാത്തൊക്കെ ചെയ്യുന്നത് കണ്ടു. അച്ഛൻ കുഞ്ഞു ക്രിസ്ത്യാനിയാ. അച്ഛൻ കുഞ്ഞ് എന്റെ പാപം, ഞാൻ ചെയ്ത ആ പാപം, ബിക്കോസ് അച്ഛൻ കുഞ്ഞിന്റെ മനസ്സിൽ അതൊരു പാപാണ്. ഓക്കെ, എന്റെ മനസ്സിൽ അത് പാപമല്ല, ബിക്കോസ് മുഫാത്തക്ക ഇസ് പെർമിറ്റഡ്. അപ്പൊ അച്ഛൻ കുഞ്ഞു ബ്രദർ
ഈ ഞാൻ ചെയ്യുന്ന ആ മുഫാത്തക്ക ഒളിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ then what happens? ഖൈറുൽ മാക്രീൻ will relieve him of some of distress. അപ്പൊ അച്ഛൻ കുഞ്ഞിന്റെ ബ്രദറിന്റെ പേഴ്സില് ആ ഗുഡ്നെസ്സിന്റെ പേഴ്സില് കുറച്ച് കൂടുതലും ഇട്ടുകൊടുക്കും. അത് കൂടാതെ അപ്പൊ അത് വേൾഡ്ലി ഡിസ്ട്രെസ് എനിക്ക് വിശക്കാണ്, അപ്പൊ അച്ഛൻ കുഞ്ഞു ബ്രദർ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാശിന്റെ ആവശ്യം അച്ഛൻ കുഞ്ഞു എനിക്ക് തന്നു കഴിഞ്ഞാൽ, അച്ഛൻ കുഞ്ഞു ക്രിസ്ത്യാനിയാണ് കേട്ടാ, ഞാൻ മുസ്ലിമാണ്. ഓക്കെ, എന്നിട്ട് ഈ അച്ഛൻ കുഞ്ഞു ബ്രദറിന്റെ പേഴ്സില് ഈ ഖൈറുൽ മാക്രീൻ റിലീഫ് ഇട്ടുകൊടുക്കും. അന്ത്യനാളിൽ റിലീഫ് ഇട്ടുകൊടുക്കും. അതുകൂടാതെ അച്ഛൻ കുഞ്ഞു ബ്രദർ ഞാൻ ചെയ്യുന്ന തെറ്റുകൾ, ഞാൻ ചെയ്യുന്ന പാപങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയാണെങ്കിൽ, ഇതൊരു മുസ്ലിമിനും വേറൊരു മുസ്ലിമിനെ ഒളിപ്പിച്ചു വെക്കണതല്ല. അങ്ങനെ അവിടെ ഇങ്ങനെ എഴുതിയിട്ടില്ല. ഇവര് എഴുതിയേക്കുന്നത് ഹൂഎവർ റിലീവ്സ് എ മുസ്ലിം, ഹൂഎവർ റിലീവ്സ് എ മുസ്ലിം. ഈ മുസൽമാൻ വേറൊരു മുസൽമാന്റെ ബെനിഫിറ്റിൽ സംസാരിക്കണതോ അത് ഒളിപ്പിച്ചു വെക്കണതല്ല. ഒരു ക്രിസ്ത്യാനി വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ ആ ക്രിസ്ത്യാനിയുടെ പേഴ്സിൽ സ്പെഷ്യൽ ഇത് കിട്ടും. ഇത് തന്നെ ഇപ്പൊ ഞാൻ വായിച്ച സൂനൻ മാജ 2-5 ആണ്. സൂനൻ ഇബ്ൻ മാജ 2-5. ഇനി ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് സൂനൻ ഇബ്ൻ മാജ 2546. Whoever conceals the hidden fault of his Muslim brother. അപ്പൊ ഇവിടെ വന്നേക്കണത് മുസ്ലിം ബ്രദർ. ഇവിടെ വീണ്ടും പറഞ്ഞിട്ടില്ല. ഒരു ഫാമിലിയില് ഒരു ക്രിസ്ത്യൻ ഉണ്ടാവും, ഒരു മുസ്ലിം ഉണ്ടാവാം. ഓക്കെ, ആൻഡ് ഈ ക്രിസ്ത്യൻ അച്ഛൻ ബ്രദർ ഞാനും ഒരു ഫാമിലി എന്നാന്ന് വെച്ചോ, ആൻഡ് ഈ അച്ഛൻ കുഞ്ഞു ബ്രദർ ഈ എന്റെ പാപങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയാണെങ്കിൽ ദെൻ എന്തുണ്ടാവും? ഖൈറുൽ മാക്രീൻ വിൽ കൺസീൽ ഹിസ് ഫോൾട്സ് ഓൺ ദ ഡേ ഓഫ് റിസറക്ഷൻ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയിട്ടുണ്ട് ഇവിടെ. ഇത് ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമല്ല, ഒരു ക്രിസ്ത്യാനി, ഒരു ജൂ, ഒരു സനാതനി, അവരാരായാലും ഈ മുസ്ലിമിന്റെ പാപങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയാണെങ്കിൽ അത് വലിയൊരു പുണ്യം കിട്ടും. ആർക്ക്? ഈ പാപം ഒളിപ്പിച്ചു വെക്കണ ആൾക്ക് ഒരു പുണ്യം കിട്ടും. അപ്പൊ ഞാനൊരു ഇപ്പൊ അച്ഛൻ കുഞ്ഞു ബ്രദർ ഞാൻ മുഫാത്തക ചെയ്യണു, ഞാൻ കല്ലെറിയണു, ഞാൻ ഈ റേപ്പ് ചെയ്യണു, ഇതൊക്കെ കണ്ടിട്ട് ഒളിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പോക്കറ്റില് ബെനിഫിറ്റ്സ് ഇട്ടുകൊടുക്കും. ഇത് എവിടെ ഒരു സ്ഥലത്തും കൂടി ഉണ്ട് കേട്ടോ. ജാമിഅ തിർമിദി 1930. Whoever covers the faults of a Muslim, faults, പാപം മാത്രമല്ല, പാപങ്ങൾ, whoever covers. ഒരു മുസൽമാൻ ആവണമെന്നില്ല, ഇവിടെ ക്രിസ്ത്യാനി ആവാം, ഏത് മതത്തിലെ ആളാവാം. ഖൈറുൽ മാക്രീൻ വിൽ കവർ ഹിസ് ഫോൾട്സ് ഫോർ ഹിം ഇൻ ദ വേൾഡ് ആൻഡ് ഹിയർ ആഫ്റ്റർ. ഈ വേൾഡിലും, നോട്ട് ഓൺലി ഇൻ ഹിയർ ആഫ്റ്റർ. ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന ജാമിഅ തിർമിദിയിൽ ഇൻ ദിസ് വേൾഡ്. ആൻഡ് ഖൈറുൽ മാക്രീൻ is engaged in helping the worshipper as long as the worshipper is engaged in helping his brother. അപ്പൊ ഇവിടെ ആ ഹൂവർ എന്ന് പറഞ്ഞ സംഗതി ഫസ്റ്റ് സെന്റൻസിൽ ഹൂവർ വന്നു, പക്ഷെ സെക്കൻഡ് സെന്റൻസിൽ പറഞ്ഞേക്കുന്നത് ഹെൽപ്പിംഗ് ദ വർഷിപ്പർ ആസ് ലോങ് ആസ് ദ വർഷിപ്പർ ഇസ് എൻഗേജ് ഇൻ ഹെൽപ്പിംഗ് ഹിസ് ബ്രദർ. അപ്പൊ സെക്കൻഡ് സെന്റൻസിൽ മുസ്ലിം ഹെൽപ്പിംഗ് മുസ്ലിം. പക്ഷെ ആദ്യത്തെ രണ്ട് ഹദീസില് ആരും, എനിബഡി ഹു ഹെൽപ്സ് എ മുസൽമാൻ in covering up his faults, മേജർ സിൻസ് മൈനർ സിൻ ആയാലും കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. ഓക്കെ ബ്രദേഴ്സ്.
ഓക്കെ, ആരും സംസാരിക്കാത്ത കാരണം വേറൊരു വലിയൊരു സംഭവമുണ്ട്. ഞാൻ അത് Praise the Lord. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാനിവിടെ ഒരു സംഗതി വായിക്കാം. ഖുറാൻ 48:27. ഒരു മിനിറ്റ്, അത് ഒന്ന് suna.com ഒന്ന് എടുക്കട്ടെ. suna.com അല്ല, ഖുറാൻ.com. ഖുറാൻ.com. ഇവിടെ കുറച്ച് നെറ്റ് സ്ലോ ആണ് ഇന്ന്. അപ്പൊ നിങ്ങൾ ഈ മുഹമ്മദൻസ് എപ്പോഴും ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ കേട്ടിട്ടുണ്ടാവും. എല്ലാവരും ഇൻഷാ അല്ലാ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ എവിടെയെങ്കിലും ഖൈറുൽ മാക്രീൻ ഇൻഷാ അല്ലാ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഖൈറുൽ മാക്രീൻ ഇല്ല. ഇല്ല. അപ്പൊ അല്ലാഹു കൈകളുമാക്കുകയും പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പിന്നെ അവനാണ് ആകാശത്ത് നിന്ന് മഴ പെയ്ക്കുന്നത്, അതും പറയുന്നുണ്ട്, അതറിയാം. അതെ. എന്തെങ്കിലും വേറൊരാളുണ്ടോ അത് നമുക്കറിയാം. പക്ഷെ ഒരു ബ്രദറിന്റെ കയ്യില് ഈ മലയാളം ഖുറാൻ ഉണ്ടാ? ഞാൻ വേറെ പണിയിലാണ്, വർക്കിലാണ്. പണിയിലാണ്. ഓക്കെ. അപ്പൊ ഞാനിത് വായിക്കാം. ഖുറാനിൽ ഖൈറുൽ മാക്രീൻ എന്താണ് പറയണെന്ന് 48:27. ഫസ്റ്റ് ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നു, എന്നിട്ട് ഞാൻ അറബിക് ബബിൾ വായിക്കുന്നു കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇംഗ്ലീഷ് വായിക്കാൻ പോവാണ്. Indeed, Allah will fulfill his messenger's vision in all truth. Inshallah, you will surely enter the sacred mosque in security, some with heads shaved and others with hair shortened, without fear. He knew what you would do, you did not know. So he first granted you the triumph at hand. Okay. അപ്പൊ ഇവിടെ നമ്മൾ ആ ഹോൾ സെന്റൻസിന്റെ കാര്യമല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ആ വാക്ക് ഇൻഷാല്ല. ഇവിടെ ഖൈറുൽ മാക്രീൻ, അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് വായിച്ചു. ഇനി നമുക്ക് അറബിക്കിന്റെ ഇംഗ്ലീഷ് ബബിൾ വായിക്കാം. അപ്പൊ നമ്മൾ മൗസ് പോയിന്റർ പോയിട്ട് അറബിക് വേർഡ് മുട്ടിക്കുമ്പോ നമുക്ക് അതിന്റെ മുകളിലൊരു ബബിൾ കിട്ടും, ഇംഗ്ലീഷിൽ ഉള്ള ബബിൾ. അതാണ് കറക്റ്റ് ട്രാൻസ്ലേഷൻ. താഴെ ഈ ഖുറാൻ.com താഴെ വെച്ച കുറെ സ്ഥലത്ത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ആ ബബിൾ ട്രാൻസ്ലേഷനും ഒരു സാമ്യമില്ല. അപ്പൊ ഇവിടെ ബബിൾ ട്രാൻസ്ലേഷനിൽ certainly Allah has fulfilled his messenger's vision in truth. ഓക്കെ, ഞാൻ ശരിയായി വെക്കുന്നു. ഈ അബുൽ ഖാസിം ലാഹയുടെ ഖൈറുൽ മാക്രീന്റെ വിഷൻ ഇൻ ട്രൂത്ത് ശരിവെക്കുന്നു. ഫുൾഫിൽ, എല്ലാതും ഫുൾഫിൽ ചെയ്തു. അടുത്തത്, ഷുവർലി യു വിൽ എൻറ്റർ അൽ മസ്ജിദ് അൽ ഹറാം ഇഫ് അള്ളാ വിൽസ്. ഇതാരാ സംസാരിക്കുന്നത്? ഇത് ഖൈറുൽ മാക്രീൻ സ്വയം പറയാണ്, ഇഫ് അള്ളാ വിൽസ്. അപ്പൊ ഈ ഇൻഷാ അല്ലാ എന്നുള്ള വാക്ക് ഖൈറുൽ മാക്രീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബിക്കോസ് ഇഫ് അല്ലാ വിൽസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ബിക്കോസ് ഇതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞതാണ്. ഇതൊക്കെ 50,000 കൊല്ലം ബിഫോർ ദി ക്രിയേഷൻ ഓഫ് ദി യൂണിവേഴ്സിൽ ഖുറാൻ എഴുതി വെച്ച് കഴിഞ്ഞു. എന്നിട്ട് അതിലെന്താ എഴുതിയേക്കണത്? ഇഫ് അള്ളാ വിൽസ് എന്ന്. അള്ളയുടെ വാക്കല്ലേ അള്ളയെ സംസാരിക്കുന്നത്. അപ്പൊ അള്ളാഹയുടെ വിൽസ്, അള്ളയുടെ വില്ലിന്റെ കാര്യം എന്തിനാ ഇത് വരണേ? ഇൻഷാല്ല പറയേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഇനി Allah will secure having shaved your heads and shortened
not fearing but he knew not he made അതൊക്കെ ഫുൾ കൺഫ്യൂഷൻ ആണ്. അത് എനിക്ക് മനസ്സിലാവുള്ള എന്തൊക്കെ എഴുതിയേക്കുന്നത്. ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ആ ഒരു വാക്കാണ് ഇൻഷാ അല്ലാ. അല്ലാ ആണ് പറയണത് ഇൻഷാ അല്ലാ, അല്ലാവില്ലേ. അപ്പൊ അങ്ങനെ ഒരു 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 ചെറിയൊരു ഇഷ്യൂ വരികയാണ്. വൈ ഷുഡ് കൈറുൽ മാക്രീൻ യൂസ് ദ വേർഡ് ഇൻഷാ അല്ലാ? ഓക്കെ, ഇനി ഒരു 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 ചെറിയൊരു കുട്ടി കോൺട്രഡിക്ഷൻ ഞാനിവിടെ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് എല്ലാവരും രക്തക്കട്ട എന്താണെന്ന് അറിയാമല്ല. ബ്ലഡ് ക്ലോട്ട്. ബ്ലഡ് ക്ലോട്ട് മീൻസ് സംതിങ് ദാറ്റ് ഹാസ് ഡൈഡ്. രക്തം കട്ടയായി, ആ രക്തം ലൈഫ് ഇല്ലാത്തൊരവസ്ഥയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സഹീഹ് ബുഖാരി 6595 വായിക്കാം. സഹീഹ് ബുഖാരി 6595 എഴുതിയേക്കുന്നത്, അബുൽ ഖാസിം സെഡ്, Khairul Makreen puts an angel in charge of the uterus. അപ്പൊ യൂട്രസിന്റെ ഷാത്താൻ ജീവിക്കുന്നത് മൂക്കിലും ചെവിയിലാണ്. മൂക്കില് കിടന്നുറങ്ങുന്നു, എന്നിട്ട് കാലത്ത് പോയിട്ട് ചെവിയിൽ മൂത്രമൊഴിക്കുന്നു. അപ്പൊ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നർ ഇയർ കനാലാണ്. നമ്മുടെ ഷാത്താനിന് വേണ്ടിയിട്ട് മനുഷ്യരുടെ ചെവിയുടെ ഇന്നർ ഇയർ കനാൽ എന്നുള്ള സംഗതി ഉണ്ട്. അപ്പൊ ആ ഇന്നർ ഇയർ കനാലാണ് ഷാത്താന് ടോയ്ലറ്റ്. അപ്പൊ എല്ലാ ദിവസം കാലത്ത് പുള്ളിക്കാരൻ എനിക്ക് നമ്മുടെ മിഡിൽ മിയാറ്റസ് എന്ന് പറഞ്ഞാൽ മൂക്കില് 3 ബർത്ത് ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും മൂക്കില് 3 ബർത്ത് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ 3 ബർത്ത്, റൈറ്റ് സൈഡിൽ 3 ബർത്ത്. നമ്മള് ട്രെയിനിൽ പോവില്ലേ, കമ്പാർട്ട്മെന്റിൽ പോകുമ്പോൾ 3 ടയർ AC, 3 ടയർ എക്കണോമിക് ക്ലാസ്സിൽ നമ്മൾ പോകുമ്പോൾ 3 ബർത്ത് കാണും. അതുപോലെ തന്നെ മൂക്കിന്റെ അകത്ത് 3 മിയാറ്റസ് എന്ന് പറഞ്ഞ സംഗതിയാണ്. ഈ മിയാറ്റസ് 3 ബർത്താണ്. അപ്പൊ ഈ ഷാത്താന്റെ സുഖവാസം, സാധാൻ രാത്രി നമ്മളെല്ലാവരും ഉറങ്ങണ സമയത്ത് പുള്ളിക്കാരൻ ഉറങ്ങണത് ആ ബർത്തിലാണ്. മൂക്കിന്റെ ഏതെങ്കിലും ഒരു ബർത്ത്. ഇപ്പൊ കമ്പാർട്ട്മെന്റില് 6 ബർത്ത് പോലെ നമ്മുടെ മൂക്കിലും 6 ബർത്ത് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ബർത്തിലായിരിക്കും ഈ പുള്ളിക്കാരൻ കിടന്നുറങ്ങണത്. എന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് പുള്ളി പോയിട്ട് ചെവിയിൽ മൂത്രമൊഴിക്കും. അത് നിങ്ങൾക്ക് എല്ലാം അറിയണം. അപ്പൊ അത് കാരണം ഞാൻ അതിനെ പറ്റി എന്താണ് സ്ട്രെസ് ചെയ്യണില്ല. ഇവിടെ സ്ട്രെസ് ചെയ്യുന്നത് ഒരു പെണ്ണിന്റെ യൂട്രസിന്റെ കാവൽക്കാരൻ, ഒരു പെണ്ണിന്റെ യൂട്ടറസ്, ഗർഭപാത്രം, അതിന്റെ കാവൽക്കാരൻ ഒരു ഏഞ്ചലാണ്. ഇത് ഞാൻ ജസ്റ്റ് വായിച്ചു പോകുന്നുള്ളൂ. ആൻഡ് എന്റെ മാംഗ്ലീഷിൽ ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് സഹീഹ് ബുഖാരി 6595. അപ്പൊ ഖൈറുൽ മാക്രീന് ഒരു മാലാഖയുണ്ട്. ആ മാലാഖന് എല്ലാ പെൺകുട്ടികളുടെയും ഗർഭപാത്രത്തിന് വേണ്ടിയിട്ട് കാവൽക്കാരനായിട്ട് ഒരു മാലാഖനെ നിയമിച്ചിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? അതാണ് ഫസ്റ്റ് ലൈനിന്റെ ഫസ്റ്റ് പാർട്ട്. ഇനി ഫസ്റ്റ് ലൈനിന്റെ സെക്കൻഡ് പാർട്ട്, ആൻഡ് ദി ഏഞ്ചൽ സേസ്. അപ്പൊ എവിടെയായിരിക്കും എൻട്രൻസ് പോയിന്റ്? ഈ വെജൈനയുടെ എൻട്രൻസിലാണ് ഈ ഏഞ്ചൽ, ഈ മാലാഖ കാവൽക്കാരനായിട്ട് നിൽക്കുന്നത്. വെജൈനയുടെ എൻട്രൻസിലാണ് ഈ ഏഞ്ചൽ കാവൽക്കാരനായിട്ട് നിൽക്കുന്നത്. എന്നിട്ട് എന്തുണ്ടാവും? ഈ പെൺകുട്ടി വെദർ ബൈ റേപ്പ് ഓർ ബൈ കൺസെന്റ്
when she has had sexual intercourse and the semen is released. സീമനെ റിലീസ് ചെയ്തു എന്ന് വെച്ചാൽ ഈ ആൺകുട്ടി മറ്റേ അസൽ ചെയ്യാതെ he has released the sperm into the vagina. അപ്പൊ എന്തുണ്ടാവും? ഈ മാലാക ഓളിടും. ഈ മാലാക ഓളിടും. എന്ത് ചെയ്യും? ഓ ലോർഡ്, ഇറ്റ് ഇസ് സീമൻ. ഇറ്റ് ഇസ് സീമൻ. സീമന്റെ മലയാളം വാക്ക് എനിക്കറിയില്ല. സീമൻ എന്ന് പറഞ്ഞാൽ ശുക്ലം എന്നാണ് സീമൻ. അപ്പൊ ഈ ഏഞ്ചൽ, ഈ മാലാക, ഈ നമ്മുടെ എല്ലാ പെൺകുട്ടികളുടെയും ഗർഭപാത്രത്തിന്റെ എൻട്രൻസിൽ, വജൈനയുടെ എൻട്രൻസിൽ കാവൽക്കാരെ നിയമിച്ചിട്ടുണ്ട്. ഈ മാലാക ഓ ലോർഡ് ഇറ്റ് ഇസ് സീമൻ. എന്നിട്ട് അടുത്ത് പറയാൻ പോണത് ഓ ലോർഡ് ഇറ്റ് ഇസ് എ ക്ലോട്ട്. അപ്പൊ ഈ സീമൻ has gone and fertilized in the uterus. അത് കഴിഞ്ഞിട്ട് അത് ഇറ്റ് ഇസ് ബിക്കം എ ക്ലോട്ട്. അപ്പൊ സെക്കൻഡ് സ്റ്റേജ് നമ്മുടെ ആ ഫസ്റ്റ് റിലീസ് ഓഫ് സീമൻ, ദെൻ ഇറ്റ് ഫെർട്ടിലൈസസ് ദി ഓവം. അത് കഴിഞ്ഞിട്ട് ഇറ്റ് ബിക്കംസ് എ ക്ലോട്ട്. അപ്പൊ ഇതൊരു ഭയങ്കര വലിയൊരു വൈരുദ്ധ്യമാണ്. എ ക്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു മരിച്ചു പോയ ഒരു രക്തക്കട്ടയാണ്, അതിന് ജീവനില്ല. ക്ലോട്ട് എന്ന് പറഞ്ഞാൽ മരിച്ചു പോയ ഒരു രക്തക്കട്ടയാണ്. അപ്പൊ ഇവിടെ ഈ മാലാക എന്താ പറയണത്? മാലാക പറയണത് ഈ സീമൻ വന്നിട്ട് ആ ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് ക്ലോട്ടായി. ദാറ്റ് മീൻസ് അത് മരിച്ചുപോയി. ആ രക്തക്കട്ട മരിച്ചുപോയി, രക്തക്കട്ടയായി മരിച്ചുപോയി. പക്ഷേ ബൈ മാജിക് മൂന്നാമത്തെ ഓളിയിടൽ എന്താ? ഓ ലോർഡ്, നൗ ഇറ്റ് ഈസ് എ പീസ് ഓഫ് ഫ്ലഷ്. ഇവിടെ ഓമത്തിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. ഈ നമ്മുടെ സ്ത്രീയുടെ ഓവം, എഗ്ഗിനെ പറ്റി ഞാൻ പറയണില്ല, ബിക്കോസ് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ സീമൻ ഹാസ് ബിക്കം എ ക്ലോട്ട് ആൻഡ് ദിസ് ക്ലോട്ട് ഹാസ് ബിക്കം എ പീസ് ഓഫ് ഫ്ലഷ്. പീസ് ഓഫ് ഫ്ലഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർബി, ഇറച്ചി കഷ്ണം, ഫ്ലഷ്, ഒരിറച്ചി കഷ്ണം. ഇറച്ചി കൃഷ്ണായി. And then if Kyril Makrin wishes to complete his creation, എന്നിട്ടാണ് തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സീമൻ വന്നു, സീമൻ അതൊരു ക്ലോട്ടായി, ക്ലോട്ട് പിന്നെ ഒരു ഫ്ലഷ് ആയി. ഇവിടെ എഗ്ഗിന്റെ കാര്യം പറയുന്നില്ല കേട്ടാ. നമ്മൾ ഊഹിച്ചെടുക്കുകയാണ് എഗ്ഗ് ഉണ്ടെന്ന്, പക്ഷെ ഇവിടെ എഗ്ഗ് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കൈറുൽ മാക്രിൻ തീരുമാനിക്കും ഈ രക്തക്കട്ട, ഈ ഫ്ലഷിനെ പൂർത്തീകരിക്കണോ വേണ്ടയോ എന്ന്. ഇഫ് Allah wishes to complete its creation, the angel asks. എന്നിട്ട് ഏഞ്ചൽ, ഈ മാലാക ചോദിക്കും. ആരോട് ചോദിക്കും? ഈ കൈറുൽ മാക്രിനോട് ചോദിക്കും. ഓ ലോർഡ്, will it be male or female? O Lord, will it be male or female? A wretched evildoer or a blessed doer of good? ഇതാണ് ചോദിക്കാൻ പോണത്. ഫസ്റ്റ് ചോദിക്കും ഇത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന്. സെക്കൻഡ് ചോദിക്കാൻ പോണത് ഈ ഫ്ലഷ് വലുതായിട്ട് ഈവിൽ ചെയ്യോ അതോ നന്മ ചെയ്യോ എന്ന്. ഹൗ മച്ച് വിൽ ബി ഹിസ് പ്രൊവിഷൻസ് ബി? വാട്ട് വിൽ ദ ഏജ് ബി? അപ്പൊ എന്നിട്ട് ഈ ഫ്ലഷിന് വലുതായി കഴിയുമ്പോൾ പ്രൊവിഷൻസ് എന്തൊക്കെ കൊടുക്കും? ആഹാരം, ഫുഡെല്ലാം, മറ്റേ വീട്, പൈസ, എത്രയൊക്കെ പ്രൊവിഷൻസ് എന്തൊക്കെ കിട്ടുന്നു. വാട്ട് വിൽ ഹിസ് ഏജ് ബി? അത് എത്ര കാലാവധി വരെ ഇയാള് ജീവിച്ചിരിക്കും? അത് ലാസ്റ്റ് സെന്റൻസ്. സോ ഓൾ ദിസ് ഇസ് റിട്ടൺ ഡൗൺ while the creature is still in the mother's womb. ഇതാണ് സഹീഹ് ബുഖാരി 6595. അപ്പൊ ഇവിടെ ഒരു രക്തക്കട്ട, ഒരു ചത്ത ക്ലോട്ട് ഓഫ് ബ്ലഡ് ആണ് ഫ്ലഷ് ആയിട്ട് മാറിയിട്ട് എന്നിട്ട് അത് ജീവിച്ച് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഫസ്റ്റ് സീമൻ, പിന്നെ രക്തക്കട്ട, പിന്നെ അത് ഫ്ലഷ് ആവണു, പിന്നാണ് അതിന് തീരുമാനം മെയിൽ ഓർ ഫീമെയിൽ, പിന്നെ അത് നന്മ ചെയ്യോ തിന്മ ചെയ്യോ, അതിന്റെ പ്രൊവിഷൻസ് എന്താണെന്ന്
അതിന്റെ എത്ര നാൾ ജീവിക്കും, എന്നിട്ട് ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ടാണ് ഇത് നമ്മുടെ ഈ ജന്മം ആ കുട്ടി എനിക്ക്. അപ്പൊ ഇവർക്ക് പൂർണ്ണ ജന്മം അല്ല, പൂർണ്ണം ജന്മം, റീബർത്ത് ഇല്ലേ, ഇവരുടെ റീബർത്ത് മദേഴ്സിന്റെ വൂമ്പിന്റെ അകത്ത് തന്നെ നടക്കണത്. ബിക്കോസ് രക്തക്കെട്ടാന്ന് വന്ന മരിച്ചുപോയി എന്നാണ്. അപ്പൊ സീമൻ ലൈവ് ആണ്, എന്നിട്ട് അത് ഡെഡ് ആവും. അപ്പൊ ഇവർക്ക് റീബർത്ത് നടക്കണത് ഇൻസൈഡ് ദ മദേഴ്സ് വൂമ്പ്. സഹീൽ ബുഖാരി 6595. താങ്ക് യു. സുനിൽ ഡോക്ടറെ ഭയങ്കര വിചിത്രമായ ഇതാണല്ലോ. ഹദീസാണ്. ലാസ്റ്റ് അതെ. പറഞ്ഞ റെഫറൻസ് കേട്ടില്ല. ഒരു അതിനകത്തെ ഒരു കാര്യം, ഒന്ന് ഈ അള്ളാഹുവിനോ ഈ ഏഞ്ചലിനോ അറിയത്തില്ല എഗ് എന്ന് പറഞ്ഞൊരു സംഭവത്തെ കുറിച്ച് ഇത് കാണുന്നില്ലല്ലോ. ഈ അണ്ടം എന്ന് പറയുന്നത് ഈ മുഹമ്മദ് ഒരിക്കലും കണ്ടിട്ടില്ല. മറ്റേ ഈ പറഞ്ഞ സാധനം ചാടി വരുന്നതാണല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് മാത്രമേ പുള്ളിക്ക് ഐഡിയ ഉള്ളൂ. ഒന്ന്. രണ്ടാമത്, ഈ ക്ലോട്ടിന് ജീവനില്ലെന്നുള്ള കാര്യം ഇപ്പൊ സുനിൽ ഡോക്ടറിന് അറിയാം, നമുക്ക് കട്ടായി പോയി ബ്രദറെ, കട്ടായി പോയി. അതുപോലെ വീണ്ടും ഈ പറയേണ്ടി വരും. മുഹമ്മദിനോ അള്ളാഹുവിനോ ഏഞ്ചലിനോ അറിയത്തില്ല. അതുകൊണ്ടാണ് ക്ലോട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ, വിചിത്രം തന്നെ. ഓക്കെ, കുരി ബ്രദറെ, ആ ലാസ്റ്റ് 1 മിനിറ്റ് സംസാരിച്ചത് താങ്കളുടെ അത് കട്ടായി പോയി. അത് സ്ഥിരം ഞാൻ ഡ്രൈവ് ചെയ്ത് വരുമ്പോ ഈ സ്ഥലത്ത് വരുമ്പോ ഇതായി പോകും. സോറി. ഞാൻ പറഞ്ഞത് ലാസ്റ്റ്, അപ്പൊ ഈ അള്ളാഹുവിനോ മുഹമ്മദിനോ ഏഞ്ചലിനോ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയയും ഇല്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ അബദ്ധങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഏതായാലും ബുഖാരിയിൽ തന്നെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, മാര് കേക്കട്ടെ. സുനിൽ സാറെ അവസാനം പറഞ്ഞ ഹദീസ് ഒന്ന് പറയുക. ഹദീസ് നമ്പർ ഒന്ന് പറയുക. ബുഖാരി നമ്പർ ഒന്ന് പറയുക. സൈ ബുഖാരി 6595. ഇവിടെയാണ് നമ്മുടെ വെജൈനയുടെ ഒരു കാവൽക്കാരനുണ്ട്. വെജൈനയ്ക്ക് ഒരു കാവൽക്കാരൻ കൈറുൽ മാക്രീൻ നിയമിച്ചിട്ടുണ്ട്. അതൊരു മാലാഖയാണ്. ഈ മാലാഖയാണ് കാവൽക്കാരനായിട്ട് നിൽക്കുമ്പോ, എന്നിട്ട് ഒരു പുരുഷൻ ഇജാക്കുലേറ്റ് ചെയ്യുമ്പോ, നിക്കാ ചെയ്ത് കഴിഞ്ഞിട്ട് ഇജാക്കുലേറ്റ് ചെയ്യുമ്പോ ഈ മാലാഖ ഓളിടും. എന്ത്? സീമൻ വന്നു. ഓ ലോർഡ് സീമൻ, ഓ ലോർഡ് സീമൻ. അപ്പൊ സീമൻ വരാനായിട്ട് കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് ഓ ലോർഡ് സീമൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത സെന്റൻസ്, ഓ ലോർഡ് എ ക്ലോട്ട്, ഓ ലോർഡ് ഇറ്റ് ഈസ് നൗ എ ക്ലോട്ട്. ഇറ്റ് ഈസ് നൗ ബ്രാക്കറ്റിലാണ്. ഓ ലോർഡ് ഇറ്റ് ഈസ് നൗ എ ക്ലോട്ട്. മൂന്നാമത്തത്, ഓ ലോർഡ് ഇറ്റ് ഈസ് നൗ എ പീസ് ഓഫ് ഫ്ലഷ്. ഇറ്റ് ഈസ് നൗ എന്നത് ആ ഭാഗം ബ്രാക്കറ്റിലാണ്. ഓ ലോർഡ് പീസ് ഓഫ് ഫ്ലഷ്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ഈ മാലാഖ എഴുതാൻ പോണത്. ഈ കൈറുൽ മാക്രീനോട് ചോദിച്ചിട്ട് മാലാഖ എഴുതാൻ തുടങ്ങും. മെയിലോ ഫീമെയിൽ ആണോ, നല്ല മനുഷ്യനാണോ, ചീത്ത മനുഷ്യനാണോ, പിന്നെ എന്തൊക്കെ സാമഗ്രികം കിട്ടും, ഭാവിയിൽ പ്രൊവിഷൻസ് കിട്ടും, എത്ര നാള് ജീവിക്കും, എന്നിട്ട് അതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞിട്ടാണ് മദേഴ്സിന്റെ വൂമ്പിലുള്ള സമയത്ത് ഇനി ഇതൊക്കെ എഴുതി വെച്ചു. അപ്പൊ എത്രയൊക്കെ തിന്മ ചെയ്യണം, എത്രയൊക്കെ വ്യഭിചാരം ചെയ്യണം, ഇതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടീനെ പുറത്തേക്ക് അമ്മ ചാടിക്കണത്. ഓക്കെ, 6595 സൈബുക്കാരി 6595. താങ്ക്സ് ബ്രദർ. അല്ല, സുനിൽ ഡോക്ടറെ ഒരു കാര്യം ചോദിക്കാനാണ് ഞാൻ കയറി വന്നത്. ചോദിച്ചോട്ടെ? പറഞ്ഞു. അപ്പോ ഈ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എഴുതി വെക്കുമല്ലോ ആ പുള്ളി എങ്ങോട്ടാണ്, എങ്ങനെയാണ് അയാളുടെ സ്വഭാവം എന്നൊക്കെ. അപ്പോ ഈ അതെ, എഴുതി വെക്കുന്ന മാലാഖയുടെ മൂഡ് ശരിയല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ.
അല്ല, ആ മാലാഖയ്ക്ക് there is no free will in Islam. ഫ്രീ വിൽ, നമ്മുടെ കൺസെപ്റ്റ് ആണ് ഫ്രീ വിൽ. മാലാഖയ്ക്ക് മറ്റേ കൈറുൽ മാക്രീനോ അബുൽ കാസിമിനോ ആർക്കും, ഒരു ജീവിക്കും, എനി ക്രിയേഷൻ ഓഫ് കൈറുൽ മാക്രീൻ അതിന് ഫ്രീ വിൽ ഇല്ല. ഓ, അപ്പൊ ഇത് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത് വേണം ഇവർ എഴുതി വെക്കാനാണ് സാരം അല്ലേ? കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. നമ്മുടെ അപ്പൊ നമ്മുടെ അള്ളാഹുവിന്റെ അപ്പോഴത്തെ മൂഡ് പോലെ ഇരിക്കും ആ വ്യക്തിയുടെ ജീവിതവും. യെസ് യെസ് എക്സാക്ട്ലി. അള്ളാഹു വേറെ മൂഡിലാണെങ്കിൽ ആള് ഏകദേശം മുഹമ്മദിനെ പോലുള്ള ആളായിരിക്കും അല്ലേ? ഞാൻ അങ്ങനെ യെസ് നമ്മൾ ഊഹിക്കുകയാണത്. ഇല്ല ബ്രദർ, അതിനും എന്തായാലും തെളിവുണ്ടല്ലോ സുനിൽ ബ്രദറെ, അതിനും തെളിവുണ്ടല്ലോ. അള്ളാഹു മറിയം ബീബിയുടെ ഫർജ് രൂതാനായിട്ട് വന്നത് ആ ഒരു മൂഡിലല്ലേ? അപ്പൊ ആ മൂഡിൽ ഇരിക്കുമ്പോൾ അള്ളാഹു ഇതേപോലെ എഴുതുന്നതെങ്കിൽ വളരെ അവസ്ഥ ദയനീയമായിരിക്കില്ലേ? ഏകദേശം മുഹമ്മദിനെ പോലുള്ള ഒരാളെ ജനിപ്പിക്കേണ്ടി വരുന്നില്ലേ? അതെ. പിന്നെ അപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞ കാര്യം അത് സഹീഹ് മുസ്ലിം 128b ആൻഡ് ഹദീത്ത് 1640 കുഡ്സി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു എന്താ ഹദീസ് ഉണ്ട്. അപ്പൊ അത് ഞാൻ വായിക്കാണ്. സഹീഹ് മുസ്ലിം 128b. സുനിൽ ഡോക്ടർ, ഒരു മിനിറ്റ്. ഈ ഏൻഷ്യൻ മെഡിക്കൽ സയൻസിൻ്റെയും ഈ കാര്യം എഗ് എന്നുള്ളത് അതും വിശ്വസിച്ചിരുന്നത്, എൻ്റെ കയ്യിൽ അതിന് പ്രൂഫില്ല, വിശ്വസിച്ചിരുന്നത് ഈ സ്പേമാണ് ഈ ഹ്യൂമൻ ബീയിങ് ആയിട്ട് വളരുന്നതെന്നാണ് ചിന്തിച്ചിരുന്നത്. അല്ല എഗ്ഗുമായിട്ട് ഒരു സംയോഗം നടക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു XY ക്രോമസോമിൻ്റെ കാര്യങ്ങളോ ഒന്നും തന്നെ ആ ഒരു ചരിത്രം വായിച്ചിട്ടുണ്ടോ? സുനിൽ ഡോക്ടറിന് അറിയാമായിരിക്കും. അല്ല, അത് നമ്മുടെ സനാതനധർമ്മയിലുണ്ട് ട്ടാ. അത് നമ്മുടെ കൊണാർക്കിലുണ്ട്. ആ സ്പെർമിന്റെ കറക്റ്റ് ഡ്രോയിങ്, എക്സാക്ട്ലി ദ ഡ്രോയിങ് ഓഫ് ദ സ്പെർം, എക്സാക്ട്ലി ദ സ്കൾപ്ചർ ഓഫ് ദ എഗ്, ഹൗ ദി സ്പെർം എൻറ്റേഴ്സ് ദി എഗ്. ഇതൊക്കെ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അഗോ അത് ഓൾറെഡി സ്റ്റോണില് സ്കൾപ്ചേഴ്സ് ഉണ്ട്. ഈ ഒരു കൺസെപ്റ്റ് ഈ സ്പേം ചെന്ന്, അല്ലെങ്കിൽ ഈ സ്പേം ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് വളരുന്നു എന്നുള്ള കൺസെപ്റ്റിലാണ് ഇവർ ഇത് എഴുതിയിരിക്കുന്നതാണ് എൻ്റെ ഒരു അല്ല, ഈ അണ്ടർസ്റ്റാൻഡിങ്. പുരാതനമായ പല എഴുത്തുകളിലും ഉള്ള കാര്യങ്ങളും നാട്ടുകാർ പറഞ്ഞതും മാത്രമാണ് ഈ മമ്മൂഞ്ഞ് എഴുതി വെച്ചേക്കുന്നത്. ഈ ഗ്രീക്ക് ഫിലോസഫി അവരുടെയൊക്കെ നിലവിലിരുന്ന ചിന്തകളെ, കുഞ്ഞുണ്ടാകുന്നതിനെ കുറിച്ചുള്ള ചിന്തകളും അന്നത്തെ കാലത്ത് സാധാരണക്കാർ പറഞ്ഞു കിടന്ന കാര്യങ്ങളൊക്കെയാണ് മുഹമ്മദ് കേട്ടിട്ട് അത് കോപ്പി അടിച്ച് വെച്ചേക്കാണ്. ഗാലന്റെ കോപ്പിയാണ്, ഞാനത് വായിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് പുതുമയൊന്നുമില്ല. ഈ രക്തക്കട്ടയിൽ നിന്നുണ്ടാകുന്നു എന്നൊക്കെ നാട്ടുകാർ പറഞ്ഞുകൊണ്ട് കിടന്നത് മമ്മൂഞ്ഞെടുത്തിട്ട് അയാളുടെ പേരിലാക്കി. എന്ത് ബോധമുണ്ടെന്ന് നോക്കി. അള്ളാഹു ഖുറാനകത്ത് തന്നെ പറയുന്ന പല കാര്യങ്ങളും പലതരത്തിലാണ്. ഒരിടത്ത് പറയുന്നു ഈ മുഹമ്മദിന് ആയത്ത് ആദ്യം ഇറക്കി കൊടുക്കുമ്പോൾ രക്തക്കട്ടയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയവൻ, അലക്കെന്ന് തന്നെയാണ് അധ്യായത്തിന്റെ പേര് പോലും. അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് പുള്ളി ചെളിയിൽ നിന്നുണ്ടാക്കി എന്ന് പറയുന്നു, നിന്ദ്യമായ വെള്ളത്തിൽ നിന്നുണ്ടാക്കി എന്ന് പറയുന്നു, തെറിച്ചു വീഴുന്ന വെള്ളത്തിൽ നിന്നുണ്ടാക്കി എന്ന് പറയുന്നു, മുതുകലിൽ നിന്ന് വരുന്ന ഏതോ സാധനത്തിൽ നിന്നുണ്ടാക്കി എന്ന് പറയുന്നു, പിന്നെ മാംസക്കട്ടയിൽ നിന്നുണ്ടാക്കി എന്ന് പറയുന്നു. ഇങ്ങനെ പിന്നീട് പുള്ളിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ വായി കിട്ടുന്നെല്ലാം എഴുതി വെച്ചു. ഇതിനകത്ത് ഏതാണെന്ന് ഒരു കോയക്കുഞ്ഞിനും കിണാപ്പന്മാർക്കും അറിയത്തില്ല. അതാണ് ഇസ്ലാമിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു ചരിത്രപരതയില്ല, യാഥാർത്ഥ്യങ്ങളില്ല, പിന്നെ ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല. അങ്ങേരെ കുത്തിയിരുന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മുടെ ഡോക്ടർ സുനിൽ വായിച്ചതോട് ബന്ധപ്പെട്ട് എനിക്ക് എന്റെ ഒരു കമന്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ എന്താ പറയുന്നത്, സീമൻ വരുമ്പോഴേ തന്നെ ഇയാൾ ഇതിന്റെ കണക്ക് എവിടെ ആണാണോ പെണ്ണാണോ എന്ന് അള്ളാഹുനോട് ചോദിക്കും. അള്ളാഹു കുത്തിയിരുന്ന് ആണെന്ന് എഴുതി വെക്കും, അല്ല പറഞ്ഞു കൊടുക്കും. മറ്റേ പൊട്ടൻ എവിടെ നിന്നുണ്ട് ആണെന്ന് എഴുതി വെക്കും. എന്നിവ വെച്ചിട്ട് ഇവന്റെ ജാതകം കൂടെ എഴുതി വെക്കുമല്ലോ. ഇവന്റെ ജാതകവും എഴുതി വെച്ചിട്ട് ഇവൻ ധനികനാണോ ദരിദ്രനാണോ, ഇവന്റെ ആയുസ് എത്ര എന്നൊക്കെ എഴുതി. അങ്ങനെയാണെങ്കിൽ ഈ ലുലുമാളിന്റെ മുതലാളി ഇയാള് ഉണ്ടാക്കിയപ്പോ
ഇഷ്ടംപോലെ കാശുണ്ടാക്കി ഭീകരവാദികൾക്ക് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു കാണുമായിരിക്കും. മനസ്സിലായോ? ഓരോരുത്തർക്കും ഓരോ ദരിദ്രന്. അപ്പൊ ഈ ദരിദ്രന് പിന്നെ സക്കാത്ത് കൊടുക്കുമ്പോൾ ഈ കോപ്പൻ ഈ പണി കാണിക്കുന്നത് എന്തിനാ? ഈ അള്ളാഹു ഇയാളെ മൊത്തം ഉണ്ടാക്കി ഇങ്ങനെ ആക്കി തീർത്ത് ഇങ്ങോട്ട് വിട്ടത് ഇയാളാണ്. എന്നിട്ട് കുറെ ഭീകരവാദികൾക്ക് കാശും ഉണ്ടാക്കി കൊടുത്ത ഇയാളാണ്. ഭീകരവാദികളാകുമെന്നും പറഞ്ഞ് തലയെ വരച്ചത് ഇയാളാണ്. ഇവന്മാര് പോയി പൊട്ടിത്തെറിച്ച് മനുഷ്യനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞതും അങ്ങനെ അവന്റെ ജാതകം എഴുതി വെച്ചത് ഈ അള്ളാഹുവാണ്. ഈ ഊത്താല കാരണം മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. ഈ ഊത്താല അവിടെ നിന്ന് കൊണ്ട് എഴുതി വിട്ടപ്പോൾ മര്യാദയ്ക്ക് എഴുതി വിടണം, ഇവനൊക്കെ മര്യാദയ്ക്ക് പോയി ജീവിക്കും, പൊട്ടിത്തെറിക്കത്തില്ല, മനുഷ്യനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് ഈ ഊത്താലയൊക്കെ ചെയ്തു വിട്ടിരുന്നെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായിരുന്നെ. ഈ വൃത്തികേട് മുഴുവൻ ലോകത്തിൽ കാണിച്ചത് ഈ ഊത്താലയാണ്. ഈ എഴുതി വിടുന്നവൻ, ഇവൻ ഭീകരവാദി, ഇവൻ അമ്മയെ കൊല്ലി, ഇവൻ 5 പേരുടെ തലയ്ക്ക് കൂടം വെച്ച് അടിക്കും. ഇതെല്ലാം ഈ പൊട്ടൻ കിണാപ്പൻ എഴുതി വെച്ചത് കൊണ്ടല്ലേ ഈ മനുഷ്യൻ ഈ കിടന്ന് അനുഭവിക്കുന്നത്. എന്തൊരു കൂത്താന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലൊരു പുഴുത്ത ദൈവം മനുഷ്യജാതിയെ മുഴുവൻ ഈ കോലത്തിലാക്കി നശിപ്പിച്ച് നാറാണക്കല്ല് വെപ്പിച്ച് ഇവന്മാരെ തമ്മിലടിപ്പിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോ പെണ്ണു കൂട്ടി കൊടുക്കുമെന്നും പറഞ്ഞ് കഥയും പറഞ്ഞ് കള്ളത്തരവും പറഞ്ഞ് പറ്റിച്ച് അവസാനം നിത്യനരകത്തിലേക്ക് വലിച്ചു കളയാൻ വേണ്ടി ഒരു പ്രമാണം എഴുതി വെച്ച ഒരു ഊത്താല. ആ ഊത്താലയുടെ കുറെ അനുയായികൾ. എന്ത് വേടേ എന്ത് ഇതൊക്കെ? നെതന്യാഹുവിന്റെ തലയിലും ഇസ്രായേൽ ജനങ്ങളുടെ തലയിലും ഒക്കെ ഈ ഊത്തല തന്നെയല്ലേ എഴുതിയത്? അതെ 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 അതെ. ട്രംപിനെ ഉണ്ടാക്കിയത് ഇയാളാ. ട്രംപ് വന്നപ്പോഴേ തെറിച്ച് വന്നപ്പോഴേ പുള്ളി പറഞ്ഞു ഈവൻ എന്റെ ആൾക്കാരുടെ തല എടുക്കും. നെഹന്യാഹു ഇങ്ങോട്ട് വന്നപ്പോഴേ പുള്ളി പറഞ്ഞു ഇവന്മാര് ഈ ഒറ്റ ഒരുത്തം കാരണം മുസ്ലിങ്ങൾക്ക് സമാധാനമായിട്ട് കിടക്കാൻ പറ്റിയല്ല എന്നെല്ലാം എഴുതി എന്നാൽ ഈ വെച്ചു. കരയുന്നത് എന്തൊരു എന്തിനാ? ഗതികേടാന്ന് ആലോചിച്ച് നോക്കി. ഇവരെന്തിനാ പിന്നെ ഈ കരയുന്നത്? ഇവന്മാരെന്തിനാ ഇവന്മാരെന്തിനാ പിന്നെ കരയുന്നേ? ഈ അല്ല അല്ല എഴുത്തെല്ലാം എഴുതി വെച്ച്. അത് നമ്മളിത് വായിച്ച് കേഴപ്പെടലേ ഈ പൊട്ടൻ കോയമാർ അറിയുന്നത് ഇയാളെ ആള് ഊത്താല എഴുതി വെച്ചതിന്റെ പേരിലാണ് ഇതൊക്കെ ഇത്രയും കിടന്ന് അനുഭവിക്കുന്നത്. ഇനി അവന്മാർ കരയാൻ സാധ്യതയില്ല. കരഞ്ഞവന്മാരെല്ലാം കരച്ചിൽ നിർത്തിക്കും കേട്ടോ. ഇനി ഒരുത്തിനും കരയണ്ട. അള്ളാഹു കാണിച്ച ശുദ്ധ എന്താ അതിന് പറയാ മലയാളത്തിൽ, അതാണ്. ഇവിടെ ഫ്രീ വില്ലിന്റെ കാര്യം ഞാൻ കുറെ തവണ ഹദീസ് എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹദീസ് എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രദേഴ്സെ, ആ ഒരു കൺഫ്യൂഷൻ മനസ്സിൽ നിന്ന് മാറ്റി വെക്കുക. നിങ്ങൾ യൂട്യൂബ് പോയിട്ട് HADEETH ഹൗ ടു പ്രൊനൗൺസ് ഇറ്റ് അത് നിങ്ങൾ ചോദിക്കുക. അപ്പൊ ഏതാ? യൂട്യൂബിൽ ഒന്നുകൂടെ പറഞ്ഞേ ഡോക്ടറെ, ഒന്നുകൂടെ പറഞ്ഞേ. ഹദീത്തില്ലേ, ഈ നമ്മുടെ കേരളത്തിലെ മുസൽമാൻ എപ്പോഴും ഹദീസ് എന്ന് പറയും. ഹദീസ് അത് അല്ല, ടി ആണല്ലോ അത് അവസാനം വരുന്നത് അല്ലേ? അതെ, ഹദീത്താണ്. കറക്റ്റ്. അതെ. HADEETH. അപ്പൊ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ ഇസ് ഹദീത്ത്. അപ്പൊ ഞാൻ എന്റെ നേഴ്സിനോട് ചോദിച്ചപ്പോ പുള്ളിക്കാരത്തി അതും പറഞ്ഞു, കറക്റ്റ് ഹദീത്താണ്. ഹദീസ് എന്ന് ഒരിക്കലും അവര് പറയില്ല, ഹദീത്ത് എന്നാണ്, ഹദീത്ത്. അപ്പൊ അങ്ങനെയാ പറയാം. അതിന്റെ പ്ലൂറൽ വാക്കും സിംഗുലർ വാക്കും സെയിം വാക്ക് തന്നെ ഉപയോഗിക്കുക, ഹദീത്ത്. പക്ഷെ മലയാളത്തിനകത്ത് എഴുതിയിരിക്കുന്ന ബുക്കാരി ഹദീസം തന്നെയാണ്. അതെ, കറക്റ്റ്. മലയാളത്തിൽ മാത്രമേ ഉള്ളൂ അത് അറബി നഴ്സുമാര്, അറബി ആൾക്കാർ പറയുന്നത് ഹദീത്ത് എന്നാണ്. എനിവേ, അപ്പൊ ഞാൻ ഡൈഗ്രസ് ചെയ്യാം. അപ്പൊ ഹദീത്തിനെ പറ്റി ഞാൻ ഈ ഫ്രീ വില്ലിന്റെ കാര്യം കുറെ തവണ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇനി ഞാനിപ്പോ പറയാൻ പോകുന്നത്, ഞാൻ സ്പീഡിൽ വായിച്ചു പോവാം ആർക്കും ബോർ അടിക്കാതിരിക്കാൻ. ഫ്രീ വിൽ ഇല്ല എന്നുള്ള കാര്യം ഖുർആനിൽ നിന്ന് കുറച്ച് വേഴ്സസ് ഞാൻ പറയുന്നു. താല്പര്യമുള്ള ആൾക്കാർ എഴുതിയെടുത്തോളൂ. സൂറ 87 2-3. സൂറ 87 2-3. The Lord has created and balanced all things and has fixed their destinies and guided them. അപ്പൊ ഖൈറുൽ മാക്രീൻ ക്രിയേഷൻ ചെയ്തു, എന്നിട്ട് എല്ലാതും അതിന്റെ ആ ബാലൻസിൽ ആക്കിക്കൊണ്ടുവന്നു. ആൻഡ് ഹാസ് ഫിക്സ്ഡ് ദെയർ ഡെസ്റ്റിനീസ്. പുള്ളിക്കാരൻ തീരുമാനിച്ചു വെച്ചു കഴിഞ്ഞു അവരുടെ ഡെസ്റ്റിനീസ് ഒക്കെ എന്തായിരിക്കുന്നു. ആൻഡ് ആ ഡെസ്റ്റിനി പ്രകാരം ദേ വിൽ ബി ഗൈഡഡ്. അപ്പൊ ഒരു ജീവിയുടെ ഗൈഡൻസും ഡെസ്റ്റിനിയും ഒക്കെ മുമ്പേ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. സൂറ 87 2-3. ഇനി ഖുർആൻ
81:29 81 അതില് 29 you cannot will to do so except by the will of Kyrul Makrin, the Lord of all the worlds. അപ്പൊ ഇവിടെ കൈറുൽ മാക്രീൻ 81-29 പറയാണ് യു കനോട്ട് വിൽ ടു ഡു സോ, നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി ഞാൻ തന്നിട്ടില്ല നിങ്ങൾക്ക്. യു കനോട്ട് വിൽ ടു ഡു സോ എക്സെപ്റ്റ് ബൈ ദ വിൽ ഓഫ് കൈറുൽ മാക്രീൻ. ഇനി മൂന്നാമത്തേത് സൂറ 16-93 16-93 If Allah had willed, He could have made you of one religion, but He causes to stray whom He wills and guides whom He wills. And you will surely be questioned about what you used to do. See, ഇതൊരു ഭയങ്കര വിചിത്ര സംഭവമാണ്. ഇവിടെ ഞാൻ മുസ്ലിമാണെന്ന് വെച്ചോ, അച്ഛൻ ബ്രദറും വർഗീസ് പാസ്റ്റർ ബ്രദറും നിങ്ങൾ രണ്ടുപേരും ക്രിസ്ത്യാനി, ഞാൻ മുസ്ലിം. അതിന് ഇവിടെ എഴുതിയേക്കണം തൊട്ടാ കൈറുൽ മാക്രീൻ വിൽ കോസ് ടു സ്ട്രേ ഹൂം ഹി വിൽസ്. അപ്പൊ അച്ഛൻ ബ്രദറിനെയും വർഗീസ് പാസ്റ്റർ ബ്രദറിനെയും ആ വഴി പിഴച്ച മാർഗം ഉണ്ടല്ല, ക്രിസ്ത്യൻ മാർഗം അല്ലെങ്കിൽ ജൂത മാർഗം, അപ്പൊ ആ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആര്? കൈറുൽ മാക്രീൻ. ആൻഡ് ഗൈഡ്സ് ഹൂം ഹി വിൽസ്. ഞാൻ മുസൽമാൻ, എന്നെ ഗൈഡ് ചെയ്തിട്ട് മുസൽമാൻ ആവാനായിട്ട് ഗൈഡ് ചെയ്ത് തന്നത് ആര്? കൈറുൽ മാക്രീൻ. ഓക്കെ, അപ്പൊ ആരാണ് തെറ്റുകാരൻ? എനിക്ക് ഫ്രീ വില്ലില്ല, വർഗീസ് പാസ്റ്ററിന്റെ ഫ്രീ വില്ലില്ല, അച്ഛൻ ബ്രദറിന്റെ ഫ്രീ വില്ലില്ല. അപ്പൊ നമുക്ക് മൂന്നുപേർക്കും ഫ്രീ വില്ലില്ല. ഇതൊക്കെ കുത്തിക്കയറ്റിയേക്കുന്നത് നമ്മുടെ തലച്ചോറില് കുത്തിക്കയറ്റിയത് കൈറുൽ മാക്രീൻ. എന്നിട്ട് ആ വില്ല് പ്രകാരമാണ് നമ്മൾ എല്ലാവരും നീങ്ങണത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സെന്റൻസ് ആൻഡ് യു വിൽ ഷുവർലി ബി ക്വസ്റ്റ്യൻഡ് അബൌട്ട് വാട്ട് യു യൂസ് ടു ഡു. ഹലോ, അപ്പൊ അച്ഛൻ ബ്രദറിനെയും വർഗീസ് പാസ്റ്റർ ബ്രദറിനെ വഴി പഴപ്പിച്ചിട്ട് വിട്ടേക്കണത് കൈറുൽ മാക്രീൻ. ആ വിധി പ്രകാരം അച്ഛൻ ബ്രദറും വർഗീസ് പാസ്റ്ററും നല്ല ക്രിസ്ത്യ മാർഗം സ്വീകരിച്ച് നടക്കുന്നു. ഞാൻ ഇസ്ലാം സ്വീകരിച്ച് ഞാൻ ഇസ്ലാം മതത്തിലേക്ക് ഞാൻ മാറിയിട്ട് ഞാൻ ആ വഴിക്ക് പോകുന്നു. അപ്പൊ ആ വഴിക്ക് വിട്ടതാര്? കൈറുൽ മാക്രീൻ. അത് കഴിഞ്ഞിട്ട് അന്ന് നാളില് ഒരു പ്രശ്നം വരും. യു വിൽ ബി ക്വസ്റ്റ്യൻഡ് അബൌട്ട് വാട്ട് യു യൂസ് ടു ഡു. അപ്പൊ അച്ഛൻ ബ്രദറിനെയും വർഗീസ് പാസ്റ്ററിനെയും വഴി പിഴപ്പിച്ച് വിട്ട് പുള്ളിക്കാരൻ, എന്നിട്ട് നിങ്ങളോട് അന്ത്യനാളിൽ ചോദിക്കും നിങ്ങൾ എന്തിനു അങ്ങനെ ചെയ്തു എന്ന്, എന്തിനു നിങ്ങൾ ഇസ്ലാം ആയില്ല, എന്തിനു നിങ്ങൾ കൈറുൽ മാക്രീനെ പൂജിച്ചില്ല, എന്തിനാണ് നിങ്ങൾ ത്രീ ഏകത്വത്തിൽ നിങ്ങൾ വിശ്വസിച്ചു. ഇതൊക്കെ എഴുതി വെച്ചത് കൈറുൽ മാക്രീൻ. ഗർഭപാത്രം ഉള്ള സമയത്ത് ഒക്കെ എഴുതി വെച്ചു. എന്നിട്ടാണ് ചോദിക്കാൻ പോണത്, വിധി പ്രകാരം നിങ്ങൾ നീയ കാരണം നിങ്ങളോട് ചോദ്യം വരും. യു വിൽ ബി ക്വസ്റ്റ്യൻഡ് അബൌട്ട് വാട്ട് യൂസ് ടു ഡു. അപ്പൊ 16-93. ഇനി 6-125. So whoever Allah wants to guide, He expands His breast to contain Islam, and whoever He wants to misguide, He makes His breast tight and constricted as though He were climbing into the sky. അപ്പൊ നമ്മളിപ്പോ ഒരു മൗണ്ടൻ ക്ലൈംബ് ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസം മുട്ട് വരില്ലേ, ഓക്സിജൻ ലെവൽ കുറയുമ്പോ. അപ്പൊ ആ ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ നിങ്ങൾക്ക് യു വിൽ ഹാവ് എ കൺസ്ട്രിക്ഷൻ ഇൻ യുവർ ചെസ്റ്റ്. അപ്പൊ അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് അച്ഛൻ ബ്രദറിന്റെയും വർഗീസ് പാസ്റ്റർ ബ്രദറിന്റെ നെഞ്ചിൽ വരിക. ബിക്കോസ് കൈറുൽ മാക്രീൻ നിങ്ങളെ വഴി പഴപ്പിച്ചിട്ട് വിട്ടു, നിങ്ങളുടെ വിധി എഴുതി വെച്ചു. നിങ്ങൾ ക്രിസ്ത്യാനിയാവും, സത്യക്രിസ്ത്യാനിയായി ജീവിക്കും, നിങ്ങൾ കർത്താവിനെ വിശ്വസിക്കും. ഈ വിശ്വസിപ്പിച്ചത് ആര്? കൈറുൽ മാക്രീൻ. എന്നിട്ട് നിങ്ങളെ ചോദ്യം ചെയ്യും. എന്നിട്ട് എന്താണ് പുള്ളിക്കാരൻ 6-125 thus Allah place defilement upon those who do not believe. ഈ വിധി എഴുതിയത് പുള്ളിക്കാരൻ. എന്നിട്ട് ഈ ഡിഫൈൽമെന്റിനെ പറ്റി പുള്ളിക്കാരൻ ചോദ്യം ചെയ്യും. അന്ത്യനാളിൽ വിശ്വസിക്കാത്ത ആൾക്കാരെ ചോദ്യം ചെയ്യും, വഴി പിഴപ്പിച്ചു പോയ ആൾക്കാരെ ചോദ്യം ചെയ്യും. പിഴപ്പിച്ച് വിട്ടതാര്? കൈറുൽ മാക്രീൻ. അപ്പൊ അത് 6-125.
ഇനി ഖുറാൻ 17:13. ഖുറാൻ 17:13 17:13. ഫോർ എവറി പേഴ്സൺ വി ഹാവ് അറ്റാച്ച്ഡ് ഹിസ് ഫേറ്റ് ടു ഹിസ് നെക്ക്. എന്റെ കഴുത്തില്, അച്ഛൻ ബ്രദറിന്റെ കഴുത്തിൽ, വർഗീസ് ഫാസ്റ്ററിന്റെ കഴുത്തിലൊക്കെ വിധി എഴുതി വെച്ചേക്കാണ്. ഇറ്റ് ഈസ് അറ്റാച്ച് ടു ഹിസ് നെക്ക്. അത് പ്രകാരം നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഖുറാൻ 17:13. ഇനി ഇങ്ങനെ വിധി പ്രകാരം നിങ്ങൾ പോയില്ലെങ്കിൽ ഒരു ആക്ഷേപിച്ചിട്ട് കൈൽ മാക്രീൻ ഒരു സംഗതി പറയുന്നുണ്ട്. സൂറ 6:39. Those who deny our signs are willfully deaf and dumb. ഇതെന്ത് പോക്കത്തിലത്? ഈ വില്ല് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, എഴുതി വെച്ചേക്കുന്ന വിധി പ്രകാരം നമ്മൾ പോണം. എന്നിട്ട് വർഗീസ് പാസ്റ്ററിനോടും നമ്മുടെ അച്ഛൻ ബ്രദറിനോടും ചോദിക്കാൻ പോവാണ് കൈൽ മാക്രീൻ. Those who deny our signs, അബുൽ കാസിം ഇതാണ് അതാണ്, കൈൽ മാക്രീൻ ഇതാണ് അതാണ്, നിങ്ങളുടെ വില്ല് പ്രകാരം നിങ്ങൾ ഡെഫ് ആൻഡ് ഡംബായി കിടക്കുകയാണെന്ന്. ലോസ്റ്റ് ഇൻ ഡാർക്ക്നെസ്. സെക്കൻഡ് സെന്റൻസ്, Allah leaves whomever he wills to stray and guides whoever he wills to the straight way. അപ്പൊ വിധി പ്രകാരം നിങ്ങളുടെ എല്ലാ വിധി എഴുതി വെച്ചു. അതേപോലെ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ആൻഡ് കൈറുൽ മാക്രീൻ പറയാണ്, കൈറുൽ മാക്രീൻ he decides who will be going in the വഴി പഴച്ച മാർഗം. He will decide. And he will decide who is going in the straight മാർഗം. ഡോക്ടറെ, ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയാവോ, അള്ളാഹു തന്നെ നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു. അള്ളാഹുവിനെ തെറി വിളിക്കാനും ഇസ്ലാമിനെ തെറി വിളിക്കാനും മുഹമ്മദിനെ തെറി വിളിക്കാനും ഉള്ള സ്വാതന്ത്ര്യം നമുക്ക് തരുന്നു എന്ന് പറയാവോ? അത് നമ്മുടെ വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറയും. അതല്ലേ അപ്പൊ നമ്മൾ പറയുന്നതിനെ ഇപ്പം കുറ്റം പറയണം. ഈ കൈറുൽ മാക്രീനെ എക്സ്പോസ് ചെയ്യുന്നുണ്ട് നമ്മൾ. അല്ല അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. അതങ്ങനെയല്ല. നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അറിയും എന്നല്ല, ഇതൊന്നും ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് പുള്ളിയാ. മനസ്സിലായോ? നമ്മൾ എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ട് ഒരു വഴിക്ക് വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞിരിക്കുമ്പോൾ എഴുന്നേപ്പിച്ച് അച്ചങ്കുച്ചാനെ കൊണ്ട് റൂം ഇടിക്കും. കാരണം പുള്ളി അറിയാതെ ഒരു കാര്യം നടക്കത്തില്ലല്ലോ. അപ്പോൾ പുള്ളി റൂം ഇടിക്കും. എന്നിട്ട് നമ്മളെയൊക്കെ ഇവിടെ വിളിച്ചിരുത്തും. ഇതൊക്കെ പറയിക്കുന്ന ആരാ? പുള്ളിയാ. അല്ലേ? അത് തന്നെയല്ലേ ഇതിൻ്റെ അർത്ഥം? എന്നിട്ട് ഇപ്പൊ ഈ പുള്ളിക്കാരൻ ഇവന്മാരോട് നമ്മളെ തെറി വിളിക്കണ കാര്യം എന്താ? അത് അവരോട്ട് അള്ളാഹുവിനോടല്ലേ പറയേണ്ടത് അവര്? അതെ. ഇനി ലാസ്റ്റ് 3 കൂടിയുണ്ട്, അത് കഴിഞ്ഞ് നിർത്തുകയാണ്. സൂറ 32:13. If we had willed, we would have given every soul its guidance, but the word from me will come into its effect. I will surely fill hell with jinn and people all together. 32:13 ഇത് വളരെ വ്യക്തമായിട്ട് കൈറുൽ മാക്രീൻ എന്താ പറയുന്നത്? ഇഫ് ഹി ഹാഡ് വിൽഡ്, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എല്ലാ സോളിനും ഞാൻ ഗൈഡൻസ് കൊടുത്തേനെ. ഞാൻ എല്ലാ സോളിനും ഗൈഡൻസ് കൊടുത്തേനെ. ബട്ട് ദ വേർഡ് ഫ്രം മീ വിൽ കം ഇൻ ടു ഇഫക്റ്റ്. പക്ഷെ എന്റെ അന്നത്തെ ഉള്ള തീരുമാനം വിൽ കം ഇൻ ടു ഇഫക്റ്റ്. എന്നിട്ട് ആ ഇഫക്റ്റോട് എന്തുണ്ടാവും? I will surely fill hell with jinn and people all together. സൂര 32:13. ഇനി ഖുറാൻ 19:83. 2 കൂടിയുള്ളൂ. 19:83. Do you, O prophet, not see that we have sent the devils against the disbelievers, constantly inciting them? ആരാണ് അയച്ചേക്കണത്? ഡെവിൾസിനെ ആരാണ് അയച്ചേക്കണത് ജനങ്ങളുടെ ഇടയ്ക്ക്? Oh, do you, a prophet, not see that we have sent? കൈറുൽ മാക്രീൻ ആണ് സെൻഡ് ചെയ്യുന്നത്. ആരെ സെൻഡ് ചെയ്യണത്? മാലാകമാരെ അല്ല സെൻഡ് ചെയ്യണത്. We are sending the devils against അച്ഛൻ കുഞ്ഞു ബ്രദറും വർഗീസ് പാസ്റ്ററും. ഞാൻ മുസ്ലിമാണ്, അപ്പൊ എന്റെ അടുത്തേക്ക് ഡെവിൾസിന് വിടുന്നില്ല. അച്ഛൻ ബ്രദറിനെ വർഗീസ് പാസ്റ്ററിന്റെ അടുത്തേക്കാണ് ഈ ഡെവിൾസിന് വിടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് വിടുന്നത്? To constantly incite them. ഇൻസൈറ്റ് ചെയ്യാനായിട്ട്, എന്താണ്,
ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ, തീവ്രമായിട്ട് സംസാരിക്കാനായിട്ട്, തീവ്രമായിട്ട് വിചാരിക്കാനായിട്ട്, ഈ മുറിയിൽ എല്ലാ കാര്യങ്ങളും എടുത്തു കൊണ്ടുവരാനായിട്ട് അച്ഛൻ ബ്രദർ ഈ മുറി ഉണ്ടാക്കണത്, അതിനൊക്കെ ഈ പുള്ളിക്കാരൻ ഈ കൈറൽ മാക്രീം പറയേണ്ടത് ഡെവിൽസിനെ കൈറൽ മാക്രീം വിടുന്നു അച്ഛൻ ബ്രദറിന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് കോൺസ്റ്റന്റ്ലി ഇൻസൈഡ് ദ ഡിസ്ബിലീവേഴ്സ് ഈ മുറി ഇടാനായിട്ട്. നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ട് ആ എല്ലാ എവിഡൻസും ഇവിടെ പറഞ്ഞു തരാനായിട്ട് ഇതൊക്കെ പുള്ളി തീരുമാനിച്ചേക്കുന്നുണ്ട് ഡെവിൽസ് വഴി. ഇനി ലാസ്റ്റ് ഖുറാൻ, ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഖുറാൻ 91:8. ഖുറാൻ 91:8. അല്ലാഹ് ഇൻസ്പയർസ് ദ സോൾ ടു വിക്കഡ്നെസ് ആസ് വെൽ എസ് പയറ്റി. അപ്പൊ ഒരു വിധി നമ്മൾ വായിച്ചു, എഴുതുന്നത് പുള്ളിക്കാരൻ. ആരാണ് വിധി എഴുതുന്നത്? വജൈനയുടെ കാവൽക്കാരനാണ് വിധി എഴുതുന്നത്. വിധി എഴുതുന്നത് ബിഫോർ ദി ബേബി ഈസ് എക്സ്പെൽഡ് ഫ്രം ദി ഗർഭപാത്രം. ആൻഡ് ആരാണ് ഇൻസ്പയർ ചെയ്യാൻ പോണത്? സോൾ ടു വിക്ടിനെസ് ആസ് വെൽ എസ് പയറ്റി. നന്മയും തിന്മയും ചെയ്യാനുള്ള ആ പ്രേരണ ആ സോളിന് കൊടുക്കണത് ആരാണ്? ആത്മാവിന് കൊടുക്കണത് ആരാണ്? കൈറുൽ മാക്രീം. താങ്ക് യു ബ്രദേഴ്സ്. അപ്പൊ ആ ഫ്രീവിലിന്റെ ഹദീത്ത് ഞാൻ കുറെ എടുത്തിട്ടുണ്ട്. ഖുറാനിന്റെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഖുറാനിക് വേഴ്സസ് ആണ് which gives reference to there is no free will in Islam. Everything is going clockwork according to what is decided by Khairul Makrin, written down by the angel that is Kavalkaran at the vagina of every woman. Okay. ഞാൻ ഇതുവരെ ചിന്തിച്ചിരുന്നത് നമ്മുടെ ഇഷ്ടത്തിനാ ഇവരെ തെറിവിളിക്കുന്നെന്നാ. ഇപ്പോഴാ അതല്ലെന്ന് മനസ്സിലായത്. ബ്രദർ താങ്ക് യു. ബ്രദർ ഒരു വാക്ക് തെറി എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കണ്ട. നമ്മൾ തെറി വിളിക്കുന്നില്ലല്ലോ. അല്ല, അപ്പൊ കേൾവിക്കാരൻ ഞങ്ങളുടെ ചിലപ്പോ ഭാഷയിലെ ഞങ്ങൾ തെറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തെറിയല്ല. ഇവിടെ അല്ല, നമ്മൾ തെറി അവർക്ക് എന്ന് പറയുന്നത് വായിക്കുന്നത് അവർ ഓരോ തെറി ഇതിനനുസരിച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് തെറി എന്ന് പറഞ്ഞാൽ സ്ലാങ് വ്യത്യാസമാണ്. തെറിയുന്ന ചീത്ത സ്ലാങ്. ചീത്ത തെറി എന്ന് പറഞ്ഞാൽ ചിലവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഈ അബ്യൂസീവ് ലാംഗ്വേജിനെ തെറി എന്ന് പറയാം. ഇതിപ്പം ഞങ്ങൾ കൂട്ടുകാർ തമ്മിൽ പറയുമ്പോൾ അവൻ പക്ക തെറി എഴുതണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പക്ക വഴക്ക് പറഞ്ഞെന്നാണ്. അല്ല, ഞങ്ങളുടെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ സാധാരണ തെറി എന്ന് പറഞ്ഞ വൃത്തിയായിട്ട വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യമാണ്. മനസ്സിലല്ലേ ഞാൻ പറഞ്ഞത്? മറ്റു വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് പറയുന്നത് തെറിയെന്ന്. അതുകൊണ്ട് പറഞ്ഞു. എനിക്കും അതായത് ഈ അള്ളാഹു തന്നെയാണ് അവിശ്വാസികളെ ഉണ്ടാക്കിയതും അല്ലെ സത്യനിഷേധികളെ ഉണ്ടാക്കിയതും അള്ളാഹു തന്നെ എന്നിട്ട് പറഞ്ഞു സത്യനിഷേധികളെ കൊല്ലാനും പറഞ്ഞു. അല്ലേ? നമുക്കറിയാം സത്യനിഷേധികളെ ഉണ്ടാക്കി അള്ളാഹു. കറക്റ്റ്. ആ, നല്ല ലോജിക്കുള്ള അള്ളാഹു. അതെന്തിനാണ് അങ്ങനത്തെ ഒരു പരിപാടി? പുള്ളിക്ക് നരകത്തിലിട്ട് കത്തിക്കാൻ വിറക് വേണ്ടേ? ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട തന്നെ അതിനെ ഭൂമിയൊക്കെ സൃഷ്ടിച്ചേ. അല്ലല്ല, എന്താ സംഗതി എന്ന് വെച്ചാല് ഇപ്പോഴും അവിടെ 6-ാം നൂറ്റാണ്ടിലെ അടുപ്പാണേ വിറക്. ഇതുവരെ ടെക്നോളജി അഡ്വാൻസ് ആയിട്ടില്ല. അപ്പൊ വിറകിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അതറിയാലോ, നിങ്ങൾ നരകത്തിലെ വിറക് കൊള്ളികളാവുന്നു പറയണ അറിയാലോ അല്ലേ?